നമസ്കാരം. നിലമ്പൂരിലെ ഒറ്റയാനായി പാത തെളിച്ച് മുന്നേറുകയാണ് ചാണ്ടി ഉമ്മൻ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ബൈ ഇലക്ഷന് കോൺഗ്രസിന്റെ താരമായി UDFന്റെ താരമായി മാറിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും അല്ല, ഫിറോസും അല്ല, ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മനാണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ താരം. ഏകദേശം 3000-ലധികം വീടുകളാണ് അദ്ദേഹം കയറിയിറങ്ങിയത്. മറ്റേതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവോ UDFന്റെ നേതാവോ ഇത്രയധികം വീടുകൾ ബൂത്ത് തലത്തിൽ ഇത്രയധികം വീടുകൾ കയറി ഓരോ കടകളും കയറി ഇറങ്ങി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച മറ്റൊരു നേതാവ് നിലമ്പൂര് എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് ഒരു അവസരം നൽകാഞ്ഞത് എന്തുകൊണ്ടും നന്നായി എന്ന് തന്നെ പറയേണ്ടി വരും. ചാണ്ടി ഉമ്മന് തന്റെ കഴിവ് തെളിയിക്കാൻ ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് ജനസമ്പർക്കം അത് ഒരിക്കൽ കൂടി താൻ കണ്ടു വളർന്നയാളാണെന്നും അത് പഠിച്ച് വളർന്നയാളാണെന്നും അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് ഇത് എന്നും തിരിച്ചറിഞ്ഞ ചാണ്ടി ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് ജനസമ്പർക്കം നിലമ്പൂരിലെ ഇടക്കരയിൽ തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ്. വെറും ഷോയല്ല, ഇത് ചാണ്ടി ഉമ്മന്റെ സ്റ്റൈലാണ്. ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് ജനസമ്പർക്കം അത് ഇങ്ങനെയാണ്. ഞാൻ പഠിച്ചു വന്ന ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് ജനസമ്പർക്കം അത് ഇങ്ങനെയാണ്. അത് ഞാൻ കാണിച്ചിട്ടേ പോകത്തുള്ളൂ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ നിലമ്പൂര് കാലുകുത്തിയത്. ഇടക്കരയിൽ കാലുകുത്തിയ അന്നു മുതൽ ഇന്ന് വരെ ഓട്ടത്തോട് ഓട്ടമാണ്. ചാണ്ടി ഉമ്മന്റെ കൂടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു രക്ഷയുമില്ല, നിൽക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. നിൽക്കാൻ പോലും സമയമില്ല, ഓട്ടമാണ്, ഞങ്ങളും പുറകെ ഓട്ടമാണ്. ഓടിയിട്ടും എത്തുന്നില്ല. ഇയാള് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് അങ്ങ് ഓടിക്കയറുകയാണ്. ഓടിക്കയറുന്നു കൈപ്പത്തി ഷൗക്കത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാണ്ട് അവിടെ നിന്നൊരു വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കൊടുക്കുന്നില്ല. ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വീഡിയോകൾ എടുത്ത് വൈറലാക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുധീഷ് പാലത്താട്ടിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ആ സമയത്ത് കിട്ടിയ കുറച്ച് വീഡിയോകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിനുശേഷം അദ്ദേഹം ഇട്ട വീഡിയോകളൊക്കെ വൈറലായി കൂടുതൽ ആളുകൾ അത് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേജിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിരന്തരം പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ശേഷം ചാണ്ടി ഉമ്മനുമായി സ്ഥിരമായ ഒരു സഹവാസം, ചാണ്ടി ഉമ്മനുമായി അഭേദ്യമായ ഒരു ബന്ധം പുലർത്തി വന്ന സുധീഷ് പാലത്താട്ടിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചാണ്ടി ഉമ്മനൊപ്പം 24 മണിക്കൂറും ഉള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്ത പരിപാടികൾ, താഴെത്തട്ടിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെയും ജനമധ്യത്തിലേക്ക് എത്തുവാൻ ഒരു വലിയ കാരണമായി. സുധീഷ് പാലത്താട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ തന്നെ ചാണ്ടി ഉമ്മൻ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ കാലങ്ങളിലും വീട് കയറി വന്ന ആളാണ്. ചാണ്ടി ഉമ്മൻ താഴെത്തട്ടിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്ന ആളാണ്. അയാളെ പക്ഷെങ്കിൽ ആർക്കും അറിയത്തില്ല. അയാൾ പോസ്റ്റർ ഒട്ടിച്ചതാണ്, അയാൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് എന്ന് അയാൾ തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ബാക്കിയുള്ള നേതാക്കൾക്കൊക്കെ അവരുടെ PR വർക്കിനും അവരുടെ പ്രൊമോഷനും ഒക്കെ വേണ്ടി ഒരുപാട് ആളുകൾ, ഒരുപാട് ഫാൻസുകൾ കൂടെയുണ്ട്. എന്നാൽ ചാണ്ടി ഉമ്മന്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. ചാണ്ടി ഉമ്മൻ 50 വീട് കൊടുത്തു കഴിഞ്ഞാൽ 5 വീടിന്റെ പോലും ഒരു പബ്ലിസിറ്റി കിട്ടുന്നില്ലായിരുന്നു. അതേസമയം മറ്റു നേതാക്കൾ ആയിരുന്നു ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 5000 വീട് കൊടുത്തതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അതാണ് അവരുടെ ആ ഒരു സിസ്റ്റം, അതാണ് അവരുടെ ആ ഒരു നെറ്റ്വർക്ക്. നിലവിൽ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ 52 വീടുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് ആ 52 വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു എന്ന് പുതുപ്പള്ളി ആകമാനം അറിയിക്കുവാൻ പോലും കഴിയാതെ വരുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് സുധീഷ് പാലത്താട്ടിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇദ്ദേഹത്തിനൊപ്പം ചേരുന്നതും ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതും. എന്താണെങ്കിലും ശരി, ചാണ്ടി ഉമ്മന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെയും ജനങ്ങളിലേക്ക് എത്താൻ കാരണമായത് സുധീഷ് പാലത്താട്ടിൽ ആയതുകൊണ്ട് തന്നെ സുധീഷ് പാലത്താട്ടിനെ കാണുവാനും അറിയുവാനും ഒക്കെ ഒരുപാട് ആളുകൾ ചാണ്ടി ഉമ്മന്റെ അടുത്തേക്കും വരാറുണ്ട്. കഴിഞ്ഞ ദിവസം സുധീഷിനെ വിളിച്ചപ്പോൾ സുധീഷ് പറഞ്ഞത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണെന്നാണ്. അവരൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഞാൻ താങ്കളെ കാണാനിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് സുധീഷ് പറഞ്ഞത്. എന്തായാലും ചാണ്ടി ഉമ്മനെ പോലെ തന്നെ സുധീഷിനെയും ആളുകൾ സ്നേഹിക്കുന്നു. സുധീഷിന്റെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. സുധീഷിന് വിജയം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സുധീഷിനെ കൊണ്ട് സാധിക്കുന്നു. നല്ല കാര്യം. നിലമ്പൂരിലെ ഇപ്പോഴത്തെ സ്റ്റാറായി മാറിയിരിക്കുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. പക്ഷെങ്കിൽ ചില ആളുകൾ പറയുന്നത്
ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം, ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഇമേജ് നാളെ അത് തകർത്ത് കളയരുതേ എന്ന ഒരു അപേക്ഷ മാത്രമാണ് ചില ആളുകൾ വ്യക്തിപരമായി എന്നോടും പങ്കുവച്ചത്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ചാണ്ടി ഉമ്മൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മധ്യ കേരളത്തിലായിരിക്കണം. മധ്യ കേരളത്തിൽ ചാണ്ടി ഉമ്മൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഭാവിയിൽ ഒരു ഉമ്മൻചാണ്ടിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിസ്സംശയം അത് പറയുവാൻ സാധിക്കും. ഉമ്മൻചാണ്ടി സ്റ്റൈൽ ഓഫ് ജനസമ്പർക്കം മധ്യ കേരളത്തിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ കാഴ്ചവെക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി വളർന്നു വരും. ഉമ്മൻചാണ്ടി, കെ.സി. ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആ ഒരു ത്രയം ഉണ്ടാക്കിയെടുക്കണം. അതിലെ ഉമ്മൻചാണ്ടിയായി മാറണം ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ എ ഗ്രൂപ്പിനൊപ്പം വരികയാണെങ്കിൽ ചാണ്ടി ഉമ്മന് ഭാവിയിൽ വളരെ നേട്ടങ്ങൾ ഉറപ്പായും ഉണ്ടാകും. ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്കായിട്ട് ഒറ്റക്കൊമ്പനായി ഇങ്ങനെ യാത്ര ചെയ്യുന്നതും നല്ലതല്ല. എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. ഉമ്മൻചാണ്ടിയും A.K. ആന്റണിയും ഒക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ആ ഒരു എ ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടിയുടെ ചോരയും നീരുമാണ് ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന്റെ നേതൃത്വത്തിലേക്ക് ചാണ്ടി ഉമ്മൻ കൂടി വരുമ്പോൾ എ ഗ്രൂപ്പിന് ജീവൻ വയ്ക്കും. ഇന്ന് ചില ആളുകളിലേക്ക് കസ്റ്റഡിയിലാണ് ഈ ഗ്രൂപ്പ് ഇരിക്കുന്നത്. എന്നാൽ അതിലെ പ്രവർത്തകർ, അണികൾ ഒക്കെയും ചാണ്ടി ഉമ്മനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ചാണ്ടി ഉമ്മൻ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ചാണ്ടി ഉമ്മനെ ഇതിലേക്ക് കൊണ്ടുവരുവാൻ ചിലർ വിമുഖത കാണിക്കുന്നു. ആ വിമുഖത അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി മാറ്റിയില്ല എങ്കിൽ ചാണ്ടി ഉമ്മനും എ ഗ്രൂപ്പിനും ഒരുപോലെ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഒന്നിച്ചു പോവുക. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഗ്രൂപ്പിന്റെ നേതൃത്വം ചാണ്ടി ഉമ്മൻ ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. ഇപ്പോൾ ചാണ്ടി ഉമ്മന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സ്വീകാര്യത കേരളമാകെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരിലും അണികളിലും ചാണ്ടി ഉമ്മന് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഈ ഒരു തരംഗം അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ്. അത് എല്ലാ കാലത്തും നിലനിർത്തണം. റിപ്പോർട്ടർ ചാനലിനോട് ഒരൽപ്പം അകലം കാണിക്കുന്നതും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരിലും സൈബർ കോൺഗ്രസ് പ്രവർത്തകരിലും ഒരു സ്നേഹം ചാണ്ടി ഉമ്മനോട് കൂടുതലായി ഉണ്ടാവും. കാരണം ഒരുപാട് കോൺഗ്രസുകാർക്കെതിരെ, ഒരുപാട് സൈബർ കോൺഗ്രസുകാർക്കെതിരെ വ്യാജ പരാതികളും മറ്റുമൊക്കെ ഈ റിപ്പോർട്ടർ ചാനലുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെയധികം അമർഷമാണ് ഈ സൈബർ കോൺഗ്രസുകാർ കാണിക്കുന്നത്. ഒരു ഘട്ടത്തിൽ VS ജോയിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും പോലും, നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ ഷൗക്കത്ത് പോലും റിപ്പോർട്ടർ ചാനലുമായി അഭിമുഖം നടത്തിയതിൽ സൈബർ കോൺഗ്രസുകാർ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. അവർ വളരെയധികം ദേഷ്യം ആ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ റിപ്പോർട്ടർ ചാനലിനോടുള്ള ആ അകലം അത് തുടരുക. റിപ്പോർട്ടർ ചാനലിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബൈറ്റ് കൊടുക്കാതിരിക്കുക. സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരം അങ്ങ് മനസ്സിലാക്കുക. ചാണ്ടി ഉമ്മൻ നിലമ്പൂര് സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ ഷാഫിയും രാഹുലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നിലമ്പൂരിൽ ഒറ്റക്കൊമ്പനായി ചാണ്ടി ഉമ്മൻ സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ നാളെയുടെ കേരള ചരിത്രത്തിൽ ഒരു നക്ഷത്രമായി ചാണ്ടി ഉമ്മൻ ഉദിച്ചുയരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എ ഗ്രൂപ്പിനൊപ്പം ഉറച്ച് നിൽക്കുക. എ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്തിലേക്ക് ചാണ്ടി ഉമ്മൻ കടന്നു വരിക. രണ്ട് കൈയും നീട്ടി ആ പ്രവർത്തകർ ചാണ്ടി ഉമ്മനെ സ്വീകരിക്കും. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു UDFന്റെ നേതാവായി, ഒരു കോൺഗ്രസിന്റെ നേതാവായി, ഭാവിയിലെ ഉമ്മൻചാണ്ടിയായി ചാണ്ടി ഉമ്മൻ വളർന്നു വരിക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല.